നമസ്കാരം, ഏവർക്കും മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. SCRT സോഷ്യൽ സയൻസ് 9th സ്റ്റാൻഡേർഡ് പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കിൽ ഫസ്റ്റ് ചാപ്റ്റർ മധ്യകാല ലോകം അധികാര കേന്ദ്രങ്ങൾ. ഈ ചാപ്റ്ററിന്റെ കണ്ടന്റാണ് ഇന്നീ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നത്. ആദ്യമേ ക്ലാസ് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. SCRTയുടെ മറ്റു ക്ലാസ്സുകളുടെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ക്ലാസ് കാണാത്തവർ അത് കാണാൻ ശ്രമിക്കുക. ക്ലാസ്സിലേക്ക് കടക്കാം. ചാപ്റ്ററിന്റെ തുടക്കത്തിൽ ലോകവ്യാപകമായി നാഗരികത വളർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു കാലമായിരുന്നു മധ്യയുഗം. മധ്യയുഗ ജീവിതത്തിന്റെയും അതുണ്ടാക്കിയ സാമ്പത്തിക പരിവർത്തനങ്ങളുടെയും സവിശേഷതയാണ് 16ാം നൂറ്റാണ്ടിലെ വിപ്ലവങ്ങൾക്ക് കാരണമായത്. ഈ വാക്കുകൾ ആരുടേതെന്ന് ചോദിക്കാം. JD ബെർണൽ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ പറഞ്ഞ കോട്സ് ആണ് പറഞ്ഞത്. JD ബെർണന്റെ വാക്കുകളാണ്. ലോകവ്യാപകമായി നാഗരികത വളർന്നുകൊണ്ടേയിരുന്ന ഒരു കാലമായിരുന്നു മധ്യയുഗം. മധ്യയുഗ ജീവിതത്തിന്റെയും അതുണ്ടാക്കിയ സാമ്പത്തിക പരിവർത്തനങ്ങളുടെയും സവിശേഷതയാണ് 16ാം നൂറ്റാണ്ടിലെ വിപ്ലവങ്ങൾക്ക് കാരണമായത്. ഇതാരുടെ വാക്കുകൾ? JD ബെർണൽ. CE 5ാം നൂറ്റാണ്ട് മുതൽ CE 15ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തെയാണ് മധ്യകാലം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. നോട്ട് ചെയ്യുക. CE 5ാം നൂറ്റാണ്ട് മുതൽ CE 15ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തെയാണ് മധ്യകാലം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക, അമേരിക്ക എന്നിവിടങ്ങളിൽ വിവിധ അധികാര രൂപങ്ങൾ മധ്യകാലഘട്ടത്തിൽ നിലനിന്നിരുന്നു. യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക, അമേരിക്ക എന്നിവിടങ്ങളിൽ വിവിധ അധികാര രൂപങ്ങൾ മധ്യകാലഘട്ടത്തിൽ നിലനിന്നിരുന്നു. ഫസ്റ്റ് നോക്കുന്നത് പൗരസ്ത്യ റോമ സാമ്രാജ്യം. പുരാതന സാമ്രാജ്യങ്ങളിൽ ഏറ്റവും വിസ്തൃതമായിരുന്നു റോമ സാമ്രാജ്യം. പുരാതന സാമ്രാജ്യങ്ങളിൽ ഏറ്റവും വിസ്തൃതമായ സാമ്രാജ്യമായിരുന്നു റോമ സാമ്രാജ്യം. സാമ്രാജ്യ വിസ്തൃതി ഭരണപരമായ അസൗകര്യം സൃഷ്ടിച്ചപ്പോൾ CE 4ാം നൂറ്റാണ്ടിൽ ഡയോക്ലീഷ്യൻ എന്ന റോമൻ ചക്രവർത്തി റോമ സാമ്രാജ്യത്തെ രണ്ടായി വിഭജിച്ചു. നോട്ട് ചെയ്യുക. CE 4ാം നൂറ്റാണ്ടിൽ റോമ സാമ്രാജ്യത്തെ പാശ്ചാത്യ റോമ സാമ്രാജ്യമെന്നും പൗരസ്ത്യ റോമ സാമ്രാജ്യമെന്നും രണ്ടായി വിഭജിച്ച റോമൻ ചക്രവർത്തിയാണ് ഡയോക്ലീഷ്യൻ. CE 4ാം നൂറ്റാണ്ടിൽ റോമ സാമ്രാജ്യത്തെ പാശ്ചാത്യ റോമ സാമ്രാജ്യമെന്നും പൗരസ്ത്യ റോമ സാമ്രാജ്യമെന്നും രണ്ടായി വിഭജിച്ച റോമൻ ചക്രവർത്തിയാണ് ഡയോക്ലീഷ്യൻ. അങ്ങനെ റോം കേന്ദ്രമായി പാശ്ചാത്യ റോമ സാമ്രാജ്യവും കോൺസ്റ്റാന്റിനോപ്പിൾ കേന്ദ്രമായി പൗരസ്ത്യ റോമ സാമ്രാജ്യവും നിലവിൽ വന്നു. മുൻപ് കോൺസ്റ്റാന്റിനോപ്പിൾ ബൈസാന്റിയം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അതിനാൽ പൗരസ്ത്യ റോമ സാമ്രാജ്യത്തെ ബൈസാന്റിയൻ സാമ്രാജ്യം എന്നും അറിയപ്പെടുന്നു. പാശ്ചാത്യ റോമ സാമ്രാജ്യത്തിന്റെ ആസ്ഥാനം റോം. പാശ്ചാത്യ റോമ സാമ്രാജ്യത്തിന്റെ ആസ്ഥാനം റോം. പൗരസ്ത്യ റോമ സാമ്രാജ്യത്തിന്റെ ആസ്ഥാനം കോൺസ്റ്റാന്റിനോപ്പിൾ. പൗരസ്ത്യ റോമ സാമ്രാജ്യത്തിന്റെ ആസ്ഥാനം കോൺസ്റ്റാന്റിനോപ്പിൾ. കോൺസ്റ്റാന്റിനോപ്പിളിന്റെ ആദ്യകാല നാമം ബൈസാന്റിയം. കോൺസ്റ്റാന്റിനോപ്പിളിന്റെ ആദ്യകാല നാമം ബൈസാന്റിയം. ബൈസാന്റിയൻ സാമ്രാജ്യം എന്നറിയപ്പെടുന്നത് പൗരസ്ത്യ റോമ സാമ്രാജ്യം. ബൈസാന്റിയൻ സാമ്രാജ്യം എന്നറിയപ്പെടുന്നത് പൗരസ്ത്യ റോമ സാമ്രാജ്യം. കോൺസ്റ്റാന്റിനോപ്പിളിനെ കുറിച്ച് നോക്കാം. മധ്യധരണ്യാഴിക്കും കരിങ്കടലിനും ഇടയിലെ തന്ത്രപ്രധാനമായ ബോസ്ഫറസ് കടലിടുക്കാണ് കോൺസ്റ്റാന്റിനോപ്പിൾ സ്ഥിതി ചെയ്യുന്നത്. മധ്യധരണ്യാഴിക്കും കരിങ്കടലിനും ഇടയിലെ തന്ത്രപ്രധാനമായ ബോസ്ഫറസ് കടലിടുക്കിലാണ് കോൺസ്റ്റാന്റിനോപ്പിൾ സ്ഥിതി ചെയ്യുന്നത്. റോമൻ ചക്രവർത്തിയായ കോൺസ്റ്റന്റൈന്റെ പേരിലാണ് ഈ നഗരം അറിയപ്പെടുന്നത്. റോമൻ ചക്രവർത്തിയായ കോൺസ്റ്റന്റൈന്റെ പേരിലാണ് ഈ നഗരം അറിയപ്പെടുന്നത്. ഓട്ടോമൻ തുർക്കികളുടെ ഭരണകാലത്തും കോൺസ്റ്റാന്റിനോപ്പിൾ തലസ്ഥാനമായിരുന്നു. ഓട്ടോമൻ തുർക്കികളുടെ ഭരണകാലത്തും കോൺസ്റ്റാന്റിനോപ്പിൾ തലസ്ഥാനമായിരുന്നു. കലയുടെയും വാസ്തുവിദ്യയുടെയും കേന്ദ്രം കൂടിയായിരുന്നു ഇവിടം. ഇസ്താംബുൾ എന്നാണ് കോൺസ്റ്റാന്റിനോപ്പിളിന്റെ ഇപ്പോഴത്തെ പേര്. കോൺസ്റ്റാന്റിനോപ്പിളിന്റെ ഇപ്പോഴത്തെ പേര് ഇസ്താംബുൾ. കോൺസ്റ്റാന്റിനോപ്പിളിന്റെ ആദ്യകാല നാമം ബൈസാന്റിയം. കോൺസ്റ്റാന്റിനോപ്പിളിന്റെ ഇപ്പോഴത്തെ പേര് ഇസ്താംബുൾ. നോട്ട് ചെയ്യുക. കോൺസ്റ്റാന്റിനോപ്പിളിന്റെ ആദ്യകാല നാമം ബൈസാന്റിയം. കോൺസ്റ്റാന്റിനോപ്പിളിന്റെ ഇപ്പോഴത്തെ പേര് ഇസ്താംബുൾ. പൗരസ്ത്യ റോമ സാമ്രാജ്യത്തിലെ പ്രസിദ്ധനായ ചക്രവർത്തിയായി കണക്കാക്കുന്ന ജസ്റ്റീനിനെ കുറിച്ചുള്ള വിൽഡ്രൂഡിന്റെ നിരീക്ഷണമാണ് പറയുന്നത്. ചരിത്രം നീതിപൂർവം ജസ്റ്റീനിയന്റെ യുദ്ധങ്ങൾ മറക്കുകയും അദ്ദേഹത്തിന്റെ നിയമങ്ങളുടെ പേരിൽ സ്മരിക്കുകയും ചെയ്യും. ചരിത്രം നീതിപൂർവം ജസ്റ്റീനിയന്റെ യുദ്ധങ്ങൾ മറക്കുകയും അദ്ദേഹത്തിന്റെ നിയമങ്ങളുടെ പേരിൽ സ്മരിക്കുകയും ചെയ്യും. പൗരസ്ത്യ റോമ സാമ്രാജ്യത്തിലെ പ്രസിദ്ധനായ ചക്രവർത്തിയായി കണക്കാക്കുന്ന ജസ്റ്റീനിനെ കുറിച്ചുള്ള വിൽഡ്രൂഡിന്റെ നിരീക്ഷണമാണ് ഇവിടെ പറഞ്ഞത്. റോമിലെ നിയമങ്ങളെല്ലാം ക്രോഡീകരിച്ച് ഒരു നിയമസംഹിത ഉണ്ടാക്കിയതാണ് അദ്ദേഹത്തിന്റെ പ്രധാന നേട്ടം. ഇത് കോർപ്പസ് ജൂറിസ് സിവിൽസ് എന്നറിയപ്പെടുന്നു.
യുക്തി, നീതി, ഔദാര്യം എന്നീ ആശയങ്ങൾ അടിസ്ഥാനമാക്കിയുള്ളതാണ് ജസ്റ്റീനിയന്റെ നിയമ സംഹിത. പല രാജ്യങ്ങളും നിയമങ്ങളുണ്ടാക്കാൻ ഇത് ഉപയോഗപ്പെടുത്തുകയുണ്ടായി. ഫ്രഞ്ച് ഭരണാധികാരിയായിരുന്ന നെപ്പോളിയന്റെ നിയമ സംഹിതയ്ക്കും അടിത്തറയായത് ജസ്റ്റീനിയന്റെ നിയമങ്ങളാണ്. നോട്ട് ചെയ്യുക, റോമിലെ നിയമങ്ങളെല്ലാം ക്രോഡീകരിച്ച് നിയമ സംഹിത ഉണ്ടാക്കിയത് ജസ്റ്റീനിയൻ. റോമിലെ നിയമങ്ങളെല്ലാം ക്രോഡീകരിച്ച് നിയമ സംഹിത ഉണ്ടാക്കിയത് ജസ്റ്റീനിയൻ. ജസ്റ്റീനിയൻ തയ്യാറാക്കിയ നിയമ സംഹിത അറിയപ്പെടുന്നത് കോർപ്പസ് ജൂറിസ് സിവിൽസ്. ജസ്റ്റീനിയൻ തയ്യാറാക്കിയ നിയമ സംഹിത അറിയപ്പെടുന്നത് കോർപ്പസ് ജൂറിസ് സിവിൽസ്. ജസ്റ്റീനിയൻ നിയമസംഹിത അടിസ്ഥാനമാക്കിയുള്ള ആശയങ്ങളാണ് യുക്തി, നീതി, ഔദാര്യം. ജസ്റ്റീനിയൻ നിയമസംഹിത അടിസ്ഥാനമാക്കിയുള്ള ആശയങ്ങളാണ് യുക്തി, നീതി, ഔദാര്യം. ഫ്രഞ്ച് ഭരണാധികാരിയായിരുന്ന നെപ്പോളിയന്റെ നിയമസംഹിതയ്ക്ക് അടിസ്ഥാനമായത് ജസ്റ്റീനിയന്റെ നിയമങ്ങളായിരുന്നു. ഫ്രഞ്ച് ഭരണാധികാരിയായിരുന്ന നെപ്പോളിയന്റെ നിയമസംഹിതയ്ക്ക് അടിസ്ഥാനമായത് ജസ്റ്റീനിയന്റെ നിയമങ്ങളായിരുന്നു. ലോക ചരിത്രത്തിലെ കാലവിഭജനത്തിന് റോമാ സാമ്രാജ്യത്തെയാണ് മാനദണ്ഡമാക്കിയിട്ടുള്ളത്. മനുഷ്യന്റെ ഉത്ഭവം മുതൽ പശ്ചിമ റോമാൻ സാമ്രാജ്യം തകർന്ന CE 476 വരെയുള്ള കാലഘട്ടത്തെയാണ് പുരാതന കാലമെന്ന് വിളിക്കുന്നത്. അതുമുതൽ പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തിന്റെ പതനം വരെ മധ്യകാലഘട്ടമായും പരിഗണിക്കുന്നു. ആധുനിക യുഗത്തിന്റെ ആരംഭം 1453 നോട്ട് ചെയ്യുക, ആധുനിക യുഗത്തിന്റെ ആരംഭം 1453. ലോക ചരിത്രത്തിലെ കാലവിഭജനത്തിന് റോമാ സാമ്രാജ്യത്തെയാണ് മാനദണ്ഡമാക്കാറുള്ളത്. മനുഷ്യന്റെ ഉത്ഭവം മുതൽ പശ്ചിമ റോമൻ സാമ്രാജ്യം തകർന്ന CE 476 വരെയുള്ള കാലഘട്ടം അറിയപ്പെടുന്നത് പുരാതന കാലം. മനുഷ്യന്റെ ഉത്ഭവം മുതൽ പശ്ചിമ റോമൻ സാമ്രാജ്യം തകർന്ന CE 476 വരെയുള്ള കാലഘട്ടം അറിയപ്പെടുന്നത് പുരാതന കാലം. CE 476 മുതൽ പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തിന്റെ പതനം വരെയുള്ള കാലഘട്ടം അറിയപ്പെടുന്നത് മധ്യകാലഘട്ടം. CE 476 മുതൽ പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തിന്റെ പതനം വരെയുള്ള കാലഘട്ടം അറിയപ്പെടുന്നത് മധ്യകാലഘട്ടം. 1453 മുതലുള്ള കാലഘട്ടം അറിയപ്പെടുന്നത് ആധുനിക യുഗം. പൗരസ്ത്യ റോമാ സാമ്രാജ്യം തകരാൻ കാരണമായത് തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയത്. പൗരസ്ത്യ റോമാ സാമ്രാജ്യം തകരാൻ കാരണമായത് തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയത്. നെക്സ്റ്റ്, കോർപ്പസ് ജൂറിസ് സിവിൽസ്. റോമിൽ നിലനിന്നിരുന്ന നിയമങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് കോഡ്. റോമിൽ നിലനിന്നിരുന്ന നിയമങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥം കോഡ്. നിയമങ്ങളെക്കുറിച്ചുള്ള നിയമജ്ഞരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്ന പുസ്തകമാണ് ഡൈജസ്റ്റ്. നിയമങ്ങളെക്കുറിച്ചുള്ള നിയമജ്ഞരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്ന പുസ്തകമാണ് ഡൈജസ്റ്റ്. നിയമം പഠിക്കാൻ തയ്യാറാക്കിയ ചെറു പുസ്തകമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട്. നിയമം പഠിക്കാൻ തയ്യാറാക്കിയ ചെറു പുസ്തകമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട്. 15-ാം നൂറ്റാണ്ടിൽ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയതോടെ പൗരസ്ത്യ റോമാൻ സാമ്രാജ്യം തകർന്നു. 15-ാം നൂറ്റാണ്ടിൽ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയതോടെ പൗരസ്ത്യ റോമൻ സാമ്രാജ്യം തകർന്നു. നെക്സ്റ്റ്, വിശുദ്ധ റോമാ സാമ്രാജ്യം. റോം കേന്ദ്രമായിരുന്ന പശ്ചിമ റോമാ സാമ്രാജ്യം ജർമ്മൻകാരായ ഗോത്രവർഗക്കാരുടെ നിരന്തര ആക്രമണത്താൽ തകർന്നു. റോമാ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന പ്രദേശങ്ങൾ നാടോടികളായിരുന്ന ഈ ആക്രമണകാരികൾ കൈയടക്കി. അവരിലൊരു വിഭാഗമായിരുന്നു ഫ്രാങ്കുകൾ. ഫ്രാങ്കുകൾ സ്ഥാപിച്ച സാമ്രാജ്യമാണ് ഫ്രാങ്കിഷ് സാമ്രാജ്യം. ഫ്രാങ്കിഷ് സാമ്രാജ്യത്തിലെ പ്രസിദ്ധനായ ചക്രവർത്തി കരോലിഞ്ചിയൻ വംശജനായ ഷാലമീൻ ആയിരുന്നു. പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തെക്കാൾ വിസ്തൃതമായിരുന്നു ഷാലമീന്റെ സാമ്രാജ്യം. കത്തോലിക്ക മതമേധാവിയായ പോപ്പ് ലിയോ മൂന്നാമനെ നാടോടികളായ ലൊബാർഡുകൾ എന്ന ആക്രമണകാരികളിൽ നിന്ന് ഷാലമീൻ രക്ഷിച്ചു. ഇതിന് പ്രത്യുപകാരമായി ഷാലമീനെ വിശുദ്ധ റോമാ ചക്രവർത്തിയായി പോപ്പ് കിരീടധാരണം നടത്തി. തുടർന്ന് സാമ്രാജ്യം വിശുദ്ധ റോമാ സാമ്രാജ്യമെന്ന് അറിയപ്പെട്ടു. സമർത്ഥനായ യുദ്ധവീരനും കഴിവുറ്റ ഭരണകർത്താവുമായിരുന്നു ഷാലമീൻ. പശ്ചിമ യൂറോപ്പിലെ ഭൂരിഭാഗം രാജ്യങ്ങളെയും അദ്ദേഹം തന്റെ അധീനതയിൽ കൊണ്ടുവന്നു. രാഷ്ട്രീയ സഖ്യങ്ങളിലൂടെയും വൈവാഹിക ബന്ധങ്ങളിലൂടെയും സാമ്രാജ്യ വിസ്തൃതി വർദ്ധിപ്പിച്ചു. സാമ്രാജ്യത്തിൽ കേന്ദ്രീകൃതമായ ഭരണം കൊണ്ടുവന്നു. പ്രാദേശിക ഭരണം കൗണ്ടുകൾ എന്നറിയപ്പെട്ട ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചു. കൗണ്ടുകളുടെ പ്രവർത്തനം പരിശോധിക്കാൻ മിസൈ ഡൊമിനിസി എന്ന രഹസ്യ വിഭാഗത്തെ നിയമിച്ചു. സാധുജനങ്ങൾക്കായി ദുരിതാശ്വാസ നിധികൾ ആരംഭിച്ചു. ഷാലമീന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി.
അതിനെ തുടർന്നുണ്ടായ വൈജ്ഞാനിക പുനരുദ്ധാരണത്തെ കരോലിഞ്ചിയൻ നവോത്ഥാനം എന്നറിയപ്പെടുന്നു. ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് പറയുന്നു. റോമൻ സാമ്രാജ്യമായിരുന്ന പശ്ചിമ റോമ സാമ്രാജ്യം ജർമ്മൻകാരായ ഗോത്രവർഗക്കാരുടെ നിരന്തര ആക്രമണത്താൽ തകർന്നു. റോമ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന പ്രദേശങ്ങൾ നാടോടികളായിരുന്ന ഈ ആക്രമണകാരികൾ കൈയടക്കി. അവരിലൊരു വിഭാഗമായിരുന്നു ഫ്രാങ്കിഷ് സാമ്രാജ്യ സ്ഥാപകരായ ഫ്രാങ്കുകൾ. നോട്ടിക, അവരിലൊരു വിഭാഗമായിരുന്നു ഫ്രാങ്കുകൾ. ഫ്രാങ്കുകൾ സ്ഥാപിച്ച സാമ്രാജ്യമാണ് ഫ്രാങ്കിഷ് സാമ്രാജ്യം. ഫ്രാങ്കിഷ് സാമ്രാജ്യത്തിലെ പ്രസിദ്ധനായ ചക്രവർത്തി കരോലിഞ്ചിയൻ വംശജനായ ഷാലമീൻ. ഫ്രാങ്കിഷ് സാമ്രാജ്യത്തിലെ പ്രസിദ്ധനായ ചക്രവർത്തി കരോലിഞ്ചിയൻ വംശജനായ ഷാലമീൻ. നാടോടികളായ ലൊംബാർഡുകളിൽ നിന്ന് ഷാലമീൻ രക്ഷിച്ച കത്തോലിക്ക മതമേധാവിയാണ് പോപ്പ് ലിയോ മൂന്നാമൻ. നാടോടികളായ ലൊംബാർഡുകളിൽ നിന്ന് ഷാലമീൻ രക്ഷിച്ച കത്തോലിക്ക മതമേധാവി പോപ്പ് ലിയോ മൂന്നാമൻ. ഇതിന് പ്രത്യുപകാരമായി ഷാലമീനെ വിശുദ്ധ റോമ ചക്രവർത്തിയായി പോപ്പ് കിരീടധാരണം നടത്തി. തുടർന്ന് ഫ്രാങ്കിഷ് സാമ്രാജ്യം അറിയപ്പെട്ടത് വിശുദ്ധ റോമ സാമ്രാജ്യം. പ്രാദേശിക ഭരണം കൈകാര്യം ചെയ്യാൻ ഷാലമീൻ നിയോഗിച്ച ഉദ്യോഗസ്ഥർ അറിയപ്പെടുന്നത് കൗണ്ടുകൾ. നോട്ട് ചെയ്യുക, പ്രാദേശിക ഭരണം കൈകാര്യം ചെയ്യാൻ ഷാലമീൻ നിയോഗിച്ച ഉദ്യോഗസ്ഥർ അറിയപ്പെടുന്നത് കൗണ്ടുകൾ. കൗണ്ടുകളുടെ പ്രവർത്തനം പരിശോധിക്കാൻ ഷാലമീൻ നിയമിച്ച രഹസ്യ വിഭാഗമാണ് മിസൈൽ ഡൊമിനിസി. കൗണ്ടുകളുടെ പ്രവർത്തനം പരിശോധിക്കാൻ ഷാലമീൻ നിയമിച്ച രഹസ്യ വിഭാഗമാണ് മിസൈൽ ഡൊമിനിസി. ഷാലമീന്റെ നേതൃത്വത്തിലുണ്ടായ വൈജ്ഞാനിക പുനരുദ്ധാരണം അറിയപ്പെടുന്നത് കരോലിഞ്ചിയൻ നവോത്ഥാനം. ഷാലമീന്റെ നേതൃത്വത്തിലുണ്ടായ വൈജ്ഞാനിക പുനരുദ്ധാരണം അറിയപ്പെടുന്നത് കരോലിഞ്ചിയൻ നവോത്ഥാനം. നെക്സ്റ്റ്, അറേബ്യൻ സാമ്രാജ്യം. ഇറാഖ്, ഇറാൻ, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശം ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്ന പേര് അറേബ്യ. ഇറാഖ്, ഇറാൻ, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെട്ടിരുന്ന പ്രദേശം ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത് അറേബ്യ. ഇസ്ലാം മത പ്രവാചകൻ മുഹമ്മദ് അറബ് രാഷ്ട്രത്തിൻ്റെ തലവൻ കൂടിയായിരുന്നു. പ്രവാചകൻ മുഹമ്മദിന്റെ നിര്യാണശേഷം അറേബ്യയിൽ ഭരണം നടത്തിയത് ഖലീഫമാർ. നോട്ടിക, പ്രവാചകൻ മുഹമ്മദിന്റെ നിര്യാണത്തിനു ശേഷം അറേബ്യയിൽ ഭരണം നടത്തിയിരുന്നത് ഖലീഫമാർ. ഖലീഫമാരുടെ ഭരണകാലത്ത് ഏഷ്യ മൈനർ മുതൽ അറബിക്കടൽ വരെയുള്ള വിശാലമായ പ്രദേശങ്ങൾ അറേബ്യൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. ഖലീഫമാരുടെ ഭരണകാലത്ത് അറേബ്യൻ സാമ്രാജ്യത്തിൻ്റെ ഭരണ കേന്ദ്രം മദീന. ഖലീഫമാരുടെ ഭരണകാലത്ത് അറേബ്യൻ സാമ്രാജ്യത്തിൻ്റെ ഭരണ കേന്ദ്രം മദീന. ആദ്യകാല ഖലീഫമാർക്കു ശേഷം അറേബ്യ ഭരിച്ചത് ഉമവിയ്യ വംശം. നോട്ടിക, ആദ്യകാല ഖലീഫമാർക്കു ശേഷം അറേബ്യ ഭരിച്ചിരുന്നത് ഉമവിയ്യ വംശം. ഇവരുടെ കാലത്താണ് അറേബ്യയിൽ കേന്ദ്രീകൃത ഭരണം ആരംഭിക്കുന്നത്. സ്വർണ്ണ നാണയമായ ദിനാറും വെള്ളി നാണയമായ ദിർഹമും അറേബ്യയിൽ പുറത്തിറങ്ങിയത് ഉമവിയ്യ ഭരണകാലത്താണ്. ദമാസ്കസ് കേന്ദ്രമായാണ് അവർ ഭരിച്ചിരുന്നത്. ഉമവിയ്യ ഭരണത്തിനു ശേഷം അബ്ബാസിയ ഭരണമാണ് നിലവിൽ വന്നത്. അബ്ബാസിയ ഭരണകാലത്ത് തലസ്ഥാനം ബാഗ്ദാദിലേക്ക് മാറ്റി. നോട്ട് ചെയ്യുക, അറേബ്യയിൽ കേന്ദ്രീകൃത ഭരണം ആരംഭിച്ച വംശം ഉമവിയ്യ വംശം. അറേബ്യയിൽ കേന്ദ്രീകൃത ഭരണം ആരംഭിച്ച വംശം ഉമവിയ്യ വംശം. സ്വർണ്ണ നാണയമായ ദിനാറും വെള്ളി നാണയമായ ദിർഹമും അറേബ്യയിൽ പുറത്തിറക്കിയത് ഉമവിയ്യ വംശക്കാരാണ്. സ്വർണ്ണ നാണയമായ ദിനാറും വെള്ളി നാണയമായ ദിർഹമും അറേബ്യയിൽ പുറത്തിറക്കിയത് ഉമവിയ്യ വംശക്കാരാണ്. ഉമവിയ്യ വംശത്തിൻ്റെ ആസ്ഥാനം ദമാസ്കസ്. ഉമവിയ്യ വംശത്തിൻ്റെ ആസ്ഥാനം ദമാസ്കസ്. ഉമവിയ്യ ഭരണത്തിനു ശേഷം അറേബ്യയിൽ നിലവിൽ വന്ന ഭരണമാണ് അബ്ബാസിയ. ഉമവിയ്യ ഭരണത്തിനു ശേഷം അറേബ്യയിൽ നിലവിൽ വന്ന ഭരണം അബ്ബാസിയ. അബ്ബാസിയ ഭരണകാലത്ത് അറേബ്യയുടെ തലസ്ഥാനം ബാഗ്ദാദ്. അബ്ബാസിയ ഭരണകാലത്ത് അറേബ്യയുടെ തലസ്ഥാനമായിരുന്നു ബാഗ്ദാദ്. അബ്ബാസിയ ഭരണാധികാരികളിൽ പ്രസിദ്ധനാണ് ഹാറൂൺ അൽ റഷീദ്. അബ്ബാസിയ ഭരണകാരികളിൽ പ്രസിദ്ധനാണ് ഹാറൂൺ അൽ റഷീദ്. അറേബ്യയിൽ ആദ്യമായി ആശുപത്രികൾ സ്ഥാപിച്ചത് ഹാറൂൺ അൽ റഷീദിന്റെ കാലത്താണ്. ഷാലമീന്റെ കൊട്ടാരത്തിലേക്ക് പ്രതിനിധികളെ അയച്ചിരുന്ന അബ്ബാസിയ ഭരണാധികാരിയാണ് ഹാറൂൺ അൽ റഷീദ്. ഷാലമീന്റെ കൊട്ടാരത്തിലേക്ക് പ്രതിനിധികളെ അയച്ചിരുന്ന അബ്ബാസിയ ഭരണാധികാരിയായിരുന്നു ഹാറൂൺ അൽ റഷീദ്. നെക്സ്റ്റ്, പ്രവാചകൻ മുഹമ്മദ്. CE 571 മക്കയിൽ ഖുറൈശി ഗോത്രത്തിലാണ് മുഹമ്മദ് ജനിച്ചത്. ഇസ്ലാമിൻ്റെ വിശുദ്ധ നഗരം എന്നാണ് മക്ക അറിയപ്പെടുന്നത്. മക്കയിലെ പ്രമാണി വർഗത്തിൻ്റെ എതിർപ്പിനെ തുടർന്ന് CE 622 മുഹമ്മദ് നബി മദീനയിലേക്ക് പലായനം നടത്തി. ഇത് ഹിജ്റ എന്ന പേരിൽ അറിയപ്പെടുന്നു.
ഈ സംഭവത്തെ അടിസ്ഥാനമാക്കിയാണ് ഹിജ്റ വർഷം ആരംഭിച്ചത്. CE 571 മക്കയിൽ ഖുറൈശി ഗോത്രത്തിലാണ് മുഹമ്മദ് ജനിച്ചത്. ഇസ്ലാമിൻ്റെ വിശുദ്ധ നഗരം എന്നാണ് മക്ക അറിയപ്പെടുന്നത്. മക്കയിലെ പ്രമാണി വർഗത്തിൻ്റെ എതിർപ്പിനെ തുടർന്ന് CE 622 മുഹമ്മദ് നബി മദീനയിലേക്ക് പലായനം നടത്തി. മുഹമ്മദ് നബി മദീനയിലേക്ക് പലായനം നടത്തിയ വർഷം CE 622. ഇത് ഹിജ്റ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ സംഭവത്തെ അടിസ്ഥാനമാക്കി ആരംഭിച്ചതാണ് ഹിജ്റ വർഷം. ആദ്യ ഖലീഫമാരാണ് അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി. ആദ്യ ഖലീഫമാർ അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി. ആദ്യ ഖലീഫമാരാണ് അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി. നെക്സ്റ്റ് ബാഗ്ദാദ്. ടൈഗ്രീസ് നദിക്കരയിലാണ് ബാഗ്ദാദ് സ്ഥിതി ചെയ്യുന്നത്. നോട്ട് ചെയ്യുക, ടൈഗ്രീസ് നദിക്കരയിലാണ് ബാഗ്ദാദ് സ്ഥിതി ചെയ്യുന്നത്. 1001 രാവുകൾ പശ്ചാത്തലമാക്കുന്നത് ഈ നഗരത്തെയാണ്. ലോകത്തിലെ ഏറ്റവും വലുതും സമ്പന്നവുമായ നഗരമായിട്ടാണ് 1001 രാവുകളിൽ ബാഗ്ദാദിനെ പരാമർശിക്കുന്നത്. ലോക പ്രശസ്തമായി വളർന്ന ബാഗ്ദാദ് സർവകലാശാല, അബ്ബാസിയ കൊട്ടാരം എന്നിവ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. മംഗോളിയക്കാരനായ തിമൂറും ഓട്ടോമാൻ ഭരണാധികാരിയായ സുലൈമാനും ബാഗ്ദാദ് കീഴടക്കിയിരുന്നു. മംഗോളിയക്കാർ ആക്രമിക്കുമ്പോൾ ബാഗ്ദാദ് നഗരത്തിൽ മാത്രം 36 പൊതു ഗ്രന്ഥശാലകൾ ഉണ്ടായിരുന്നു. അക്കാലത്തെ സാംസ്കാരിക കേന്ദ്രമായിരുന്നു ബാഗ്ദാദ്. ബാഗ്ദാദ് സ്ഥിതി ചെയ്യുന്ന നദിക്കര ടൈഗ്രീസ് നദിക്കര. 1001 രാവുകൾ പശ്ചാത്തലമാക്കുന്ന നഗരമാണ് ബാഗ്ദാദ്. ലോകത്തിലെ ഏറ്റവും വലുതും സമ്പന്നവുമായ നഗരമായിട്ടാണ് 1001 രാവുകളിൽ ബാഗ്ദാദിനെ പരാമർശിക്കുന്നത്. ബാഗ്ദാദ് സർവകലാശാല, അബ്ബാസിയ കൊട്ടാരം എന്നിവ ബാഗ്ദാദിലാണ് സ്ഥിതി ചെയ്യുന്നത്. മംഗോളിയക്കാരനായ തിമൂറും ഓട്ടോമാൻ ഭരണാധികാരിയായ സുലൈമാനും ബാഗ്ദാദ് കീഴടക്കിയിരുന്നു. നെക്സ്റ്റ് ഓട്ടോമാൻ സാമ്രാജ്യം. CE 1453 തുർക്കി നേതാവായ മുഹമ്മദ് രണ്ടാമൻ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തതോടെ ഓട്ടോമൻ സാമ്രാജ്യം ശക്തിപ്പെട്ടു. ഇതോടെ പൗരസ്ത്യ റോമ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന പല പ്രദേശങ്ങളും ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായി. ഓട്ടോമൻ സാമ്രാജ്യം ഏറ്റവും കൂടുതൽ പ്രഭാവത്തിലെത്തിയത് സുലൈമാന്റെ കാലത്തായിരുന്നു. സുലൈമാനെ അൽ ഖാനുനി എന്നാണ് വിളിച്ചിരുന്നത്. അദ്ദേഹം ഓട്ടോമൻ നിയമങ്ങൾ ക്രോഡീകരിച്ചു. സാമ്രാജ്യത്തിൽ കേന്ദ്രീകൃതമായ ഭരണത്തിന് നേതൃത്വം നൽകി. ഇക്കാലത്ത് യൂറോപ്പിലെ പല പ്രദേശങ്ങളും ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായി. ഏഷ്യയുടെ യുദ്ധവീര്യം ഓട്ടോമൻ ഭരണാധികാരികളിലൂടെ യൂറോപ്യർക്ക് ബോധ്യമായി. ഒന്നാം ലോക യുദ്ധശേഷം ഓട്ടോമൻ സാമ്രാജ്യം തകർന്നു. തുർക്കി നേതാവ് മുഹമ്മദ് രണ്ടാമൻ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്ത വർഷം 1453. 13-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ഓട്ടോമൻ സാമ്രാജ്യം സ്ഥാപിച്ചത് ഉസ്മാൻ. നോട്ട് ചെയ്യുക, 13-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ഓട്ടോമൻ സാമ്രാജ്യം സ്ഥാപിച്ചത് ഉസ്മാൻ. ഓട്ടോമൻ സാമ്രാജ്യം ഏറ്റവും കൂടുതൽ പ്രഭാവത്തിലെത്തിയത് സുലൈമാന്റെ കാലത്താണ്. ഓട്ടോമൻ സാമ്രാജ്യം ഏറ്റവും കൂടുതൽ പ്രഭാവത്തിലെത്തിയത് സുലൈമാന്റെ കാലത്താണ്. സുലൈമാൻ അറിയപ്പെടുന്നത് അൽ ഖുനാനി. സുലൈമാൻ അറിയപ്പെടുന്നത് അൽ ഖുനാനി. ഓട്ടോമൻ നിയമങ്ങൾ ക്രോഡീകരിച്ച വ്യക്തിയാണ് സുലൈമാൻ. ഓട്ടോമൻ നിയമങ്ങൾ ക്രോഡീകരിച്ച വ്യക്തിയാണ് സുലൈമാൻ. ഓട്ടോമൻ സാമ്രാജ്യം തകർന്നത് ഒന്നാം ലോക യുദ്ധശേഷം. ഒന്നാം ലോക യുദ്ധശേഷം ഓട്ടോമൻ സാമ്രാജ്യം തകർന്നു. നെക്സ്റ്റ് മംഗോളിയൻ സാമ്രാജ്യം. മധ്യേഷ്യയിൽ റഷ്യയ്ക്കും ചൈനയ്ക്കും ഇടയിലുള്ള പ്രദേശമാണ് മംഗോളിയ. വേനൽക്കാലത്ത് ഉയർന്ന ചൂടും തണുപ്പ് കാലത്ത് അതിശൈത്യവുമാണ് മംഗോളിയയിലെ കാലാവസ്ഥ. മംഗോളിയൻ സാമ്രാജ്യം വ്യാപിച്ചു കിടന്ന വൻകരകളാണ് ഏഷ്യ, യൂറോപ്പ്. നോട്ട് ചെയ്യുക, മംഗോളിയൻ സാമ്രാജ്യം വ്യാപിച്ചു കിടന്ന വൻകരകളാണ് ഏഷ്യ, യൂറോപ്പ്. മംഗോളിയൻ സാമ്രാജ്യം സ്ഥാപിച്ചത് ചെങ്കിസ് ഖാൻ. നോട്ട് ചെയ്യുക, മംഗോളിയൻ സാമ്രാജ്യം സ്ഥാപിച്ചത് ചെങ്കിസ് ഖാൻ. ചെങ്കിസ് ഖാന്റെ ഭരണ കേന്ദ്രമായിരുന്നു കാരക്കോറം. ചെങ്കിസ് ഖാന്റെ ഭരണ കേന്ദ്രമായിരുന്നു കാരക്കോരം. കാരക്കോരം സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് ഒനോൺ. നോട്ട് ചെയ്യണം, കാരക്കോരം സ്ഥിതി ചെയ്യുന്ന നദീതീരം ഒനോൺ. നെക്സ്റ്റ് പറയുന്നു, മംഗോളിയൻ സൈന്യത്തിന്റെ പ്രധാന സവിശേഷത ശക്തമായ കുതിരപ്പട. മംഗോളിയൻ സൈന്യത്തിന്റെ പ്രധാന സവിശേഷതയായിരുന്നു ശക്തമായ കുതിരപ്പട. സാമ്രാജ്യത്തിന്റെ ഭാഗമായ വിദൂര ദേശങ്ങളെ ഭരണ കേന്ദ്രവുമായി ബന്ധിപ്പിക്കാൻ മംഗോളിയക്കാർ കുതിരകളെ ഉപയോഗിച്ചുള്ള തപാൽ സമ്പ്രദായം നടപ്പിലാക്കിയിരുന്നു. ഈ ആശയവിനിമയ സംവിധാനം അറിയപ്പെടുന്നത് കൊറിയർ. ചെങ്കിസ് ഖാന്റെ പിൻഗാമിയായിരുന്ന മംഗോളിയൻ ഭരണാധികാരിയാണ് തിമൂർ. ചെങ്കിസ് ഖാന്റെ പിൻഗാമിയായിരുന്ന മംഗോളിയൻ ഭരണാധികാരി തിമൂർ.
സമർഖണ്ഡ് ആസ്ഥാനമാക്കി മംഗോളിയ ഭരിച്ച ഭരണാധികാരി തിമൂർ. സമർഖണ്ഡ് ആസ്ഥാനമാക്കി മംഗോളിയ ഭരിച്ച ഭരണാധികാരി തിമൂർ. യുദ്ധത്തിൽ കാലിൽ മുറിവേറ്റ തിമൂർ അറിയപ്പെട്ടിരുന്നത് തിമൂർ ടാമർലൈൻ, മുടന്തനായ തിമൂർ എന്നാണ്. യുദ്ധത്തിൽ കാലിൽ മുറിവേറ്റ തിമൂർ അറിയപ്പെടുന്നത് തിമൂർ ടാമർലൈൻ, തിമൂർ ടാമർലൈൻ. സിന്ധു നദി കടന്ന് ഡൽഹിയിലെത്തിയ തിമൂർ ഇന്ത്യ ആക്രമിച്ച വർഷം 1398. സിന്ധു നദി കടന്ന് ഡൽഹിയിലെത്തിയ തിമൂർ ഇന്ത്യ ആക്രമിച്ചത് 1398. അവിടെ നോട്ട് ചെയ്യേണ്ട പോയിന്റ്, കൊറിയർ എന്ന ആശയവിനിമയ സംവിധാനം കൊണ്ടുവന്നതാണ് ചെങ്കിസ് ഖാൻ. കൊറിയർ എന്ന ആശയവിനിമയ സംവിധാനം കൊണ്ടുവന്നത് ചെങ്കിസ് ഖാൻ. നെക്സ്റ്റ്, സമർഖണ്ഡ് ആസ്ഥാനമാക്കി മംഗോളിയ ഭരിച്ച ഭരണാധികാരിയാണ് തിമൂർ. സാമ്രാജ്യ സ്ഥാപകനായ ചെങ്കിസ് ഖാന്റെ പിന്മുറക്കാരനായിരുന്നു തിമൂർ. യുദ്ധത്തിൽ കാലിന് മുറിവേറ്റ തിമൂർ ടാമർലൈൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 1398 സിന്ധു നദി കടന്ന് ഡൽഹിയിലെത്തിയ തിമൂർ വൻ സമ്പത്തുമായാണ് മടങ്ങിയത്. നെക്സ്റ്റ്, മാലി സാമ്രാജ്യം. മധ്യകാല ആഫ്രിക്കയിൽ നിലനിന്നിരുന്ന പ്രസിദ്ധമായ സാമ്രാജ്യങ്ങളിൽ ഒന്നാണ് മാലി സാമ്രാജ്യം. പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ മാലിയായിരുന്നു ഭരണകേന്ദ്രം. പാശ്ചാത്യ രാജ്യങ്ങളിലെ രേഖകളിൽ മൻസ മൗസ എന്നറിയപ്പെടുന്ന കങ്കൺ മൂസയാണ് മധ്യകാല ആഫ്രിക്കയിലെ പ്രസിദ്ധ ഭരണാധികാരിയായി കണക്കാക്കിയിരുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളിലെ രേഖകളിൽ മൻസ മൗസ എന്നറിയപ്പെടുന്ന കങ്കൺ മൂസയാണ് മധ്യകാല ആഫ്രിക്കയിലെ പ്രസിദ്ധ ഭരണാധികാരിയായി കണക്കാക്കിയിരുന്നത്. വലിയ സ്വർണ്ണശേഖരമുണ്ടായിരുന്ന മാലി അക്കാലത്തെ സമ്പന്ന പ്രദേശമായിരുന്നു. മധ്യകാല ആഫ്രിക്കയിൽ നിലനിന്നിരുന്ന പ്രസിദ്ധമായ സാമ്രാജ്യമായിരുന്നു മാലി സാമ്രാജ്യം. പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ മാലിയായിരുന്നു ഭരണകേന്ദ്രം. മധ്യകാല ആഫ്രിക്കയിലെ പ്രസിദ്ധമായ ഭരണാധികാരിയായി കണക്കാക്കപ്പെട്ടിരുന്നത് കങ്കൺ മൂസ. പാശ്ചാത്യ രാജ്യങ്ങളിലെ രേഖകളിൽ മൻസ മൗസ എന്നറിയപ്പെടുന്നത് കങ്കൺ മൂസ. മധ്യകാല ആഫ്രിക്കയിലെ പ്രധാന സാംസ്കാരിക കേന്ദ്രവും കച്ചവട കേന്ദ്രവുമായിരുന്ന മാലി സാമ്രാജ്യത്തിലെ പ്രദേശമാണ് തിംബുക്തു. നോട്ട് ചെയ്യുക, മധ്യകാല ആഫ്രിക്കയിലെ പ്രധാന സാംസ്കാരിക കേന്ദ്രവും കച്ചവട കേന്ദ്രവുമായിരുന്ന മാലി സാമ്രാജ്യത്തിലെ പ്രദേശമാണ് തിംബുക്തു. അടിമക്കച്ചവടത്തിന്റെ പ്രധാന കേന്ദ്രമായിരുന്ന ആഫ്രിക്കയിലെ നഗരം തിംബുക്തു. അടിമക്കച്ചവടത്തിന്റെ പ്രധാന കേന്ദ്രമായിരുന്ന ആഫ്രിക്കയിലെ നഗരമാണ് തിംബുക്തു. വെനീസ്, ഗ്രാനഡ, ജനോവ എന്നിവിടങ്ങളിൽ നിന്നും വ്യാപാരികൾ സ്വർണം, ആനക്കൊമ്പ് എന്നിവയുടെ കച്ചവടത്തിനായി തിംബുക്തുവിലെത്തിയിരുന്നു. കങ്കൺ മൂസ പണികഴിപ്പിച്ച തിംബുക്തുവിലുള്ള മധ്യകാല ലോകത്തെ പ്രധാന ഇസ്ലാമിക പഠന കേന്ദ്രം ഗ്രേറ്റ് മോസ്ക്. കങ്കൺ മൂസ പണികഴിപ്പിച്ച തിംബുക്തുവിലുള്ള മധ്യകാല ലോകത്തിലെ പ്രധാന ഇസ്ലാമിക പഠന കേന്ദ്രമാണ് ഗ്രേറ്റ് മോസ്ക്. കങ്കൺ മൂസ മക്കയിലേക്ക് യാത്ര നടത്തിയ വർഷം 1324. നോട്ട് ചെയ്യുക, കങ്കൺ മൂസ മക്കയിലേക്ക് യാത്ര നടത്തിയ വർഷം 1324. മധ്യകാല ലോകത്തെ ഏറ്റവും സമ്പന്നനായ ഭരണാധികാരി എന്ന് കങ്കൺ മൂസയെ വിശേഷിപ്പിച്ചത് ഇബ്നു ബത്തൂത്ത. മധ്യകാല ലോകത്തെ ഏറ്റവും സമ്പന്നനായ ഭരണാധികാരി എന്ന് കങ്കൺ മൂസയെ വിശേഷിപ്പിച്ചത് ഇബ്നു ബത്തൂത്ത. നെക്സ്റ്റ്, ചൈനയും ജപ്പാനും. മധ്യകാലഘട്ടത്തിൽ ഏഷ്യയിൽ ശക്തമായ ഭരണ വ്യവസ്ഥകൾ നിലനിന്നിരുന്ന രാജ്യങ്ങളാണ് ചൈന, ജപ്പാൻ. മധ്യകാലത്തിലെ ആദ്യഘട്ടങ്ങളിൽ ചൈന ഭരിച്ചിരുന്നത് ടാങ് രാജവംശം. മധ്യകാലത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ ചൈന ഭരിച്ചിരുന്നത് ടാങ് രാജവംശം. ടാങ് രാജവംശത്തിന് ശേഷം ചൈന ഭരിച്ച രാജവംശങ്ങളാണ് സോങ്, മിങ്, മഞ്ചു. സോങ്, മിങ്, മഞ്ചു. ടാങ് വംശത്തിന് ശേഷം ചൈന ഭരിച്ച രാജവംശങ്ങൾ സോങ്, മിങ്, മഞ്ചു. മധ്യകാല ജപ്പാനിൽ രാഷ്ട്രത്തിലെ ഏറ്റവും ഉയർന്ന പദവി നിർവഹിച്ചിരുന്നത് ചക്രവർത്തി. അധികാരം കൈയാളിയിരുന്ന ഫ്യൂഡൽ പ്രഭുക്കൾ അറിയപ്പെടുന്നത് ഷോഗണുകൾ. അധികാരം കൈയാളിയിരുന്ന ഫ്യൂഡൽ പ്രഭുക്കർ അറിയപ്പെട്ടിരുന്നത് ഷോഗണുകൾ. ടോക്കിയോ ഭരണ കേന്ദ്രമാക്കി വികസിച്ചത് ഷോഗണുകളുടെ കാലത്താണ്. മധ്യകാല അമേരിക്ക. യൂറോപ്യർ അമേരിക്കയിലെത്തിയത് 16-ാം നൂറ്റാണ്ടോടെ. അമേരിക്കയിലെ തദ്ദേശീയ സംസ്കാരങ്ങളെ നശിപ്പിച്ച് യൂറോപ്യർ നിർമ്മിച്ച തോട്ടങ്ങളിലും ഖനികളിലും പണിയെടുക്കാനാണ് ആഫ്രിക്കയിൽ നിന്ന് നീഗ്രോകളെ പിടിച്ചുകൊണ്ടുവന്ന് അടിമകളാക്കിയത്. അമേരിക്കയിലെ സംസ്കാരമാണ് മിസിസിപ്പി, കരീബിയൻ, മൊഗല്ലോൺ, പടയൻ, മായൻ, ഇൻക, ആസ്ട്രക്, ടോൾടെക്. അമേരിക്കയിലെ സംസ്കാരങ്ങളാണ് മിസിസിപ്പി, കരീബിയൻ, മൊഗല്ലോൺ, പടയൻ, മായൻ, ഇൻക, ആസ്ട്രക്, ടോൾടെക്. നെക്സ്റ്റ്, മായൻ കലണ്ടർ. മായന്മാരുടെ കലണ്ടറിൽ 365 ദിവസങ്ങളാണ് ഉണ്ടായിരുന്നത്. 20 ദിവസം വീതമുള്ള 18 മാസങ്ങൾ ചേർന്നതാണ് ഒരു വർഷം. ബാക്കിയുള്ള 5 ദിവസങ്ങൾ ആഘോഷങ്ങൾക്കും ഉത്സവങ്ങൾക്കുമായുള്ള അവധി ദിനങ്ങളായിരുന്നു. മായൻ കലണ്ടറിൽ 365 ദിവസങ്ങളാണ് ഉണ്ടായിരുന്നത്. 20 ദിവസം വീതമുള്ള 18 മാസങ്ങൾ ചേർന്നതാണ് ഒരു വർഷം.
ബാക്കിയുള്ള 5 ദിവസങ്ങൾ ആഘോഷങ്ങൾക്കും ഉത്സവങ്ങൾക്കുമായുള്ള അവധി ദിനങ്ങളായിരുന്നു. നെക്സ്റ്റ്, കുരിശ് യുദ്ധങ്ങൾ. 11 മുതൽ 13 വരെയുള്ള നൂറ്റാണ്ടുകളിൽ പടിഞ്ഞാറൻ യൂറോപ്പും തുർക്കികളും തമ്മിൽ നടന്ന യുദ്ധങ്ങളെയാണ് കുരിശ് യുദ്ധങ്ങൾ എന്ന് വിളിക്കുന്നത്. 11 മുതൽ 13 വരെയുള്ള നൂറ്റാണ്ടുകളിൽ പടിഞ്ഞാറൻ യൂറോപ്പും തുർക്കികളും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് കുരിശ് യുദ്ധങ്ങൾ. ക്രിസ്ത്യൻ, ഇസ്ലാം, ജൂത മതാനുയായികൾ ഒരുപോലെ പുണ്യ നഗരമായി കരുതുന്ന ജെറുസലേം പട്ടണം സ്വന്തമാക്കുന്നതിന് വേണ്ടിയാണ് ഈ യുദ്ധങ്ങൾ നടന്നത്. പൗരസ്ത്യ സംസ്കാരം യൂറോപ്പിൽ വ്യാപിക്കുന്നതിനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നായി കുരിശ് യുദ്ധങ്ങളെ കണക്കാക്കാം. പൗരസ്ത്യ സംസ്കാരം യൂറോപ്പിൽ വ്യാപിക്കുന്നതിനുള്ള ഒരു പ്രധാന കാരണമാണ് കുരിശ് യുദ്ധങ്ങൾ. നോട്ട് ചെയ്യുക, പൗരസ്ത്യ സംസ്കാരം യൂറോപ്പിൽ വ്യാപിക്കുന്നതിനുള്ള പ്രധാന കാരണമാണ് കുരിശ് യുദ്ധം. യൂറോപ്പിൽ ഫ്യൂഡലിസം തകരാൻ തുടങ്ങിയത് 15-ാം നൂറ്റാണ്ടോടെ. മധ്യകാല യൂറോപ്പിൽ നിലനിന്നിരുന്ന ഭൂമി കേന്ദ്രീകൃത സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക വ്യവസ്ഥിതിയാണ് ഫ്യൂഡലിസം. മധ്യകാല യൂറോപ്പിൽ നിലനിന്നിരുന്ന ഭൂമി കേന്ദ്രീകൃതമായ സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക വ്യവസ്ഥിതിയാണ് ഫ്യൂഡലിസം. യൂറോപ്പിൽ ഫ്യൂഡലിസം തകരാൻ തുടങ്ങിയത് 15-ാം നൂറ്റാണ്ടോടെ. ഇത്രയും കണ്ടിട്ടാണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നത്. ക്ലാസ്സിൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും ഉപകാരപ്രദമായ മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ കാണും വരെ നന്ദി.